നമസ്കാരം. പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഉയർച്ചയും താഴ്ചയും ബിസിനസിൻ്റെ ഭാഗം തന്നെയാണ്. ആത്മവിശ്വാസമുള്ളവർക്ക് പറഞ്ഞ പണിയാണ് ബിസിനസ് എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ അധികമായാൽ അമൃതും വിഷം എന്ന പഴമൊഴി പോലെയാണിത്. ചിലപ്പോഴൊക്കെ അമിത ആത്മവിശ്വാസവും തകർച്ചയ്ക്ക് വഴിവെക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാളിയുടെ പേര് ആഗോളതലത്തിൽ സ്ഥാപിക്കുകയും അതിലും കുറഞ്ഞ സമയം കൊണ്ട് നഷ്ടത്തിൻ്റെ പടുകുഴിയിലേക്ക് ഊളിയിടുകയും ചെയ്ത ഒരു മലയാളി കഥയാണ് ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോഴും കളത്തിലുള്ള ഈ മലയാളിയെ ഇപ്പോഴും പൂർണ്ണമായി എഴുതിത്തള്ളാറായിട്ടില്ലെന്ന് ആദ്യമേ പറയട്ടെ. വളരെ അടുത്ത കാലം വരെ ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ സ്റ്റാർട്ടപ്പ് എന്ന് വിശേഷിക്കപ്പെട്ട എൻഡെക് സ്ഥാപനമായ ബൈജൂസിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബൈജു രവീന്ദ്രൻ എന്ന മലയാളി യുവത്വം വളരെ പെട്ടെന്നാണ് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഓൺലൈൻ എഡ്ടെക് ഭീമനായ ബൈജൂസിൻ്റെ വിപണി മൂല്യം 2022 $22 ബില്യൺ, ഏകദേശം 1,83,000 കോടി രൂപയായിരുന്നു. അതായത് ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ സ്റ്റാർട്ടപ്പ്. 2011 ബൈജു രവീന്ദ്രനും ഭാര്യ ദിവ്യയും ചേർന്നാണ് ഈ സ്ഥാപനത്തിന് തുടക്കമിട്ടത്. എന്നാൽ നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ബൈജൂസ് നേരിടുന്നത്. എഡ്ടെക് സ്ഥാപനത്തിൽ 1% താഴെ ഓഹരിയുള്ള അസറ്റ് മാനേജർ ബ്ലോക്ക് റോക്കും അടുത്തിടെ ബൈജൂസിന്റെ മൂല്യം വെട്ടിക്കുറച്ചിരുന്നു. ഇതേ തുടർന്ന് കമ്പനിയുടെ മൂല്യനിർണ്ണയത്തിൽ വൻതോതിലുള്ള ഇടിവ് സംഭവിച്ചു. കഴിഞ്ഞ വർഷം ബൈജൂസിൻ്റെയും കുടുംബത്തിൻ്റെയും ആസ്തി 30,600,000 കോടി രൂപയായിരുന്നു. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇത് 833 കോടി രൂപയാണ്. 2023 ഡിസംബറിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനായി രവീന്ദ്രൻ തൻ്റെ വീടും കുടുംബാംഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ളവയും പണയം വെച്ചെന്ന് ആഗോള വാർത്താ ഏജൻസിയായ ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്തിടെ വലിയ കൊഴിഞ്ഞുപോക്കുകളും കമ്പനിയിൽ മുഴുങ്ങിക്കെട്ടിരുന്നു. വാരിക്കോരിയുള്ള ചെലവാക്കലുകളും തുടക്കത്തിൽ നിലനിർത്തിയ ഗുണനിലവാരം തുടരാൻ സാധിക്കാതെ പോയതും ഉയരുന്ന നിരക്കുകളും വിപണിയിൽ നിന്നുള്ള കടുത്ത മത്സരവുമാണ് ബൈജൂസിനെ തളർത്തിയ കാരണങ്ങളായി ഉയർന്നു കേൾക്കുന്നത്.